ഹലോ. ഇന്നിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇസമോൾ ആവി പിടിക്കണതാണ്. ഈ പിടിക്കണതൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ആ ആവി പിടിക്കുന്ന സാധനമൊക്കെ ഇപ്പം എടുത്ത് വലിച്ചെറിയോടുന്നേ. ഓളങ്ങനെ എടുത്തിങ്ങനെ നിൽക്കണം. ഒന്നങ്ങോട്ട് തിരിഞ്ഞാൽ ഓളെ ഈ ആവി പിടിക്കുന്ന സാധനമൊക്കെ അതിൽ നിന്ന് മാറ്റും. ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഓൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചിരിച്ചണൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ കാര്യമാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മളിപ്പോൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഫാദിമോനും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ്. പെട്ടെന്നൊരു പോക്ക് ഇങ്ങോട്ട് പോകുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ എരഞ്ഞിമാക്കലുള്ള ഡോക്ടറെ അടുത്തേക്കാണ് വന്നത്. ചെരുപ്പിൻ്റെ കോലൊക്കെ പാടെ കണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ നെട്ടിക്കണേ. എത്ര ആൾക്കാരാണ് ഇവിടെ വന്നത്. ഒക്കെ പനി ജലദോഷം അങ്ങനത്തത്. അവിടെ ഷീറ്റ് എടുക്കാൻ വരുന്നവർക്കൊക്കെ ഒരു മാസ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ മാസ്ക് ഇട്ടിട്ട് ഇസമോളെ നോട്ടം കണ്ടില്ലേ, എന്താ ഇപ്പോൾ ഇട്ടിക്കണത്. ഓള് മാസ്ക് ഇട്ടാണ്ടൊന്നും നിന്നെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ മാസ്കൊക്കെ ഇട്ടാണ്ട് ഞാനിതാ പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ. ഫാദിമോനും കുഞ്ഞാവി ഇതാ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ്. ഓല് ഇന്നെ സീറ്റിന് പറഞ്ഞാണ്ട് ഓല് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി കാണിച്ചാനാകുമ്പോൾ കയറിപ്പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി. ഞാനിവിടെ വണ്ടി കുത്തിരുന്ന് കുഞ്ഞാവ് ഷീട്ട് എടുക്കുന്നിടത്ത് പോയിരുന്നു. ഷീട്ടിന് പേര് വിളിച്ചുമ്പോൾ കേൾക്കൂല വിചാരിച്ചിട്ടേ. പുറത്ത് നിന്ന് അതൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ ഒരാളവിടെ പോയിക്കണല്ലോ. ഇസമോളാണെങ്കിൽ ഇന്നെ അത്ര ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് അവൾ നല്ലോണം നോക്കുന്നുണ്ടത്. ഇപ്പോൾ നമ്മൾ ഐഫോണിലായതുകൊണ്ട് നമ്മളെയൊക്കെ കാണുന്നുണ്ട്. മറ്റേ ഫോണിലാണെങ്കിൽ ആരെങ്കിലും കാണുമോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏത് ബൈക്ക് പോന്നാലും വീഡിയോ എടുക്കാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് നമ്മൾ ഉദ്ഘാടനമാണ് കേട്ടോ. ഇതെടുത്തിട്ട് ഇതിനെ മട്ടം പോലെയൊക്കെയാണ്. പിന്നെ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ റെഡിയായി വരുള്ളൂ. നമ്മളെ കയ്യിൽ കുരങ്ങൻ്റെ അജിൽ പൂമാല ഇട്ട മാതിരി കിട്ടിയതാണ്. ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ഒന്ന് ചെയ്യാൻ. എന്തായാലും ആൾക്കാർ ഓരോന്നിങ്ങനെ കാണിച്ചിറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞാനൊന്ന് പോയോക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. ചെരുപ്പ് കണ്ടില്ലേ, ഒരു കുറവുമില്ല. ആൾക്കാർ കൂടെ തന്നെയാണ്, കുറയുന്ന കൂട്ടമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞാവപ്പം അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഡോക്ടറെ കാണിച്ചാൽ കേട്ടോ. ഷീട്ട് കിട്ടിയിട്ടില്ല, ഷീട്ട് കിട്ടിയിട്ട് വേണം. ഫാദിമോൻ ഇതാ പുറത്ത് നിൽക്കണം. അവന് പനിയുണ്ട്, കാലുമ മുറിയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒക്കെപ്പാടെ കാണിച്ചാൻ പോകുന്നതാണ്. സാധാരണ അവനെ ഹോമിയോയിൽ എനിക്ക് കാണിച്ചില്ല. അതിൻ്റെ വീഡിയോ ഇനി ഞാൻ ഇതിലൊക്കെ ഇടൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹോമിയോ അങ്ങോട്ട് മാറ്റി പിടിച്ചാണ്. അല്ലാതെ ഇപ്പോൾ ഇത് മാറുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ കാണിച്ചത് മാത്രമല്ല, വേറെയും കുറേ അസുഖങ്ങൾ വന്നിക്കണ്. ഇസമോൾ ഇതാ നക്ഷത്രജ്ഞ വരിപ്പിക്കുന്നുണ്ട്. കണ്ടില്ല, അവിടെ വീണും ചെയ്ത്. അവിടെ നിന്നൊക്കെ ഓളെ നീച്ച് പൊന്തിച്ച്. പിന്നെ ഓൾ അവിടെയുള്ള ലൈറ്റും എല്ലാം നോക്കി കുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഫോണിലായതുകൊണ്ട് ഓളെ നല്ലോണം കാണുന്നുണ്ട്. അല്ലെങ്കിൽ പന്തിക്കൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ എന്നെ ആരെങ്കിലും കാണലുണ്ടോ? ഞങ്ങൾ ആരും നിങ്ങൾ കാണുള്ളൂ. അത് അന്ത്യമാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ അറിയില്ല അല്ലേ. വെറുതെ അല്ല എല്ലാവരും ഐഫോൺ വാങ്ങാൻ പോണത്. അപ്പോൾ എനിക്കും ഐഫോൺ കിട്ടി. വിചാരിച്ചാതെ കിട്ടിയ ഐഫോൺ ആയതുകൊണ്ട് പൊട്ടൻ്റെ കയ്യിൽ പൂമാലിട്ടതിന് നടക്കുകയാണ്. അല്ലെങ്കിൽ കിട്ടും വിചാരിച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിനി. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ആശുപത്രിൻ്റെ ഉള്ളിൽ കയറിയിട്ടു. ഉള്ളിൽ കയറിയപ്പോൾ ഇവിടുത്തെ സ്റ്റൂളും കസാലയൊക്കെ വലിച്ചുകൊണ്ട് പോവുകയാണ്. മനുഷ്യന്മാരൊന്നും കുത്തിരിക്കാൻ സമ്മതിച്ചില്ല. ഓളെ വിചാരം ഈ ആശുപത്രി ഓൾതാണെന്നാണ്. ഓൾ ഇവിടുത്തെ കസാലയും സ്റ്റൂളും ഒക്കെ വലിച്ചു ഇതിലൊക്കെ നടക്കുകയാണ്. പിടിച്ച് വെച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞാണ്ട് ഞാനിങ്ങളിതാ ഓട്ടോറിക്ഷ വന്ന് കുത്തിരിക്കുകയാണ്. പിടിച്ചിട്ട് കിട്ടണില്ല ഓളെ. അങ്ങനെ കുഞ്ഞാവിൻ്റെ കയ്യിൽ ഷീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചാൽ നേരമാകുമ്പോൾ വിളിച്ചു വിചാരിച്ചാണ് ഞാനും ഇസമോളും ഫാദിയും കൂടി ഓട്ടോറിക്ഷയിൽ കുത്തിരിക്കുകയാണ്. ആ ഫാദിയാണെങ്കിൽ മുന്നിലും ഇരിക്കുന്നുണ്ട്, ഇസമോൾ ബാക്കിലും ഇരിക്കുന്നുണ്ട്. ഇസമോളെ ബാക്കിലിട്ടാണ് ഇവിടെ ലോക്കാക്കി ഇട്ടത്. അവളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ കാലം നോക്കണത്. ബാഗൊക്കെ അങ്ങോട്ട് എടുത്ത് പാഞ്ഞു പോകുന്നതാണ്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഫാദിമോനെ ഡോക്ടറെ കാണിച്ചാൻ പോയിക്കണം കേട്ടോ. കുഞ്ഞാവ് അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഇവിടെ ഷീട്ട് എടുത്താണ്ട് ഡോക്ടറെ കാണിച്ചാൽ നേരത്ത് ഓൻ്റെ ബാക്കിൽ മറ്റേ ഓൻ്റെ മുന്നിൽ എന്നാണ് പറയൽ. അങ്ങനെ മുന്നിലുള്ള ആൾ നമ്മളെ നാട്ടിലുള്ള തന്നെ ആളായതുകൊണ്ട് ഇജ്ജ് കാണിച്ചണില്ല എന്ന് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ കാണിച്ചാനായത് അറിഞ്ഞത്. അങ്ങനെയാണ് ഫാദിമോനെ വിളിച്ച് ഒറ്റ പോക്ക് പോയത്. കാണിച്ചാൻ പോകുമ്പോൾ ഞാനും ഉള്ളിലേക്ക് കയറണം വിചാരിച്ചിനി. പിന്നെ ഓലെന്നെ ഇപ്പം അങ്ങനെ കയറി പോയതുകൊണ്ട് പിന്നെ ഞാൻ കയറണ്ട വിചാരിച്ചു. ഒക്കെ കുഞ്ഞാ പറഞ്ഞോളും വിചാരിച്ച്. അങ്ങനെ അത് അവിടുന്ന് ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. കുറേ നേരമായി നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ പോയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ടുണ്ടാവും. അത്രക്കും ആൾക്കാരുണ്ടായിനി. അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും സീരിയസ് വരുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇസമോളെയും ഫാദിനെയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ ഒരു ഫോണിൽ വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഏത് രാത്രിയിലും കാണുമല്ലോ. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെ അത് കണ്ടാണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് ഈ വോയിസൊക്കെ കൊടുക്കുമ്പോൾ. അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ പെരേക്ക് പോവുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ തിരിച്ചു പോരുമ്പോൾ 9:30 10:00 അയക്കണം കേട്ടോ. പോകുമ്പോൾ എത്ര സമയമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. സമയമൊന്നും നോക്കാതെയാണ് പോയത്. പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ ആനൂസ് അവിടെ പെരയിലുണ്ട്. ഓന് പിന്നെ എൻ്റെ പഴയ ഫോണും ഓൻ്റെ അടുത്തായതുകൊണ്ട് ഓനെ കളിച്ച് കുത്തിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ പെരയിലെത്താനയക്കണം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ പെരയിലെത്തി കഴിഞ്ഞപ്പോൾ അതാ ഫാദിമോൻ ഒരു പലകയും പിടിച്ചിരിക്കണുണ്ടല്ലോ. എൻ്റെ പഴയ ഫോണാണ്. ഓൻ അത് തുറന്നു വരുമോയെന്ന് ചോദിച്ച് വന്നതാണ്. പെരയൊക്കെ എത്തി എല്ലാം കഴിച്ച് ഇതിമക്കാണ്ട് എറിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ ഫോൺ ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് വെച്ചാണ്ട് തുറന്നു കൊടുത്തപ്പോൾ അതും കൊണ്ട് ഒരൊറ്റ പോക്കാണ്ട് പോയി. പിന്നെ ഓനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.